ഇന്ന് ജൂൺ 5. ജൂൺ 5-ന് എന്തൊരു പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നൊരു കാര്യം ലോകാടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ദിവസമാണ് ജൂൺ 5 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം. ഈ ദിവസത്തിൽ പ്രത്യേകമായി ശ്രദ്ധ വേണമെന്ന് 1973-74 കാലഘട്ടങ്ങളിൽ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കണമെന്നുള്ള ആഹ്വാനം അന്ന് മുതൽക്കാണ് വന്നത്. അന്ന് മുതൽക്ക് തന്നെ ആദ്യമായി ആചരിച്ച വർഷത്തിലൊരു വലിയൊരു സന്ദേശമുണ്ടായിരുന്നു. ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു അന്നത്തെ വലിയ സന്ദേശം. ഒരേ ഒരു ഭൂമി. ഈ ഒരു വിഷയത്തിലാണ്, ഈ ഒരു സന്ദേശമാണ് 1973-74 കാലഘട്ടങ്ങളിൽ ഈ പരിസ്ഥിതി ദിനവുമായി അതിൻ്റെ ആചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ വലിയ സന്ദേശം. ഒരേ ഒരു ഭൂമി. എന്താണ് ഇങ്ങനെ ഒരേ ഒരു ഭൂമിയെക്കുറിച്ച് പറയാനുള്ള കാരണം? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഭൂമി നമുക്ക് ജീവിക്കുവാനുള്ള ഇടമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ ബാക്കിൽ വരുന്ന ആളുകൾക്കും ഭൂമിയിൽ ജീവിക്കണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ബാക്കിൽ വരുന്ന ആളുകൾക്കും ഈ ഭൂമുഖത്ത് ജീവിച്ച് നിങ്ങളെപ്പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഷ്ടംപോലെ ഗോളങ്ങളുണ്ടായിട്ട് ഭൂഗോളത്തിലേക്കാണ് അള്ളാഹു ഇറക്കിയത്. അനേകം കോടി ഗോളങ്ങളും ഉപഗ്രഹങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്. സ്വർഗത്തിൽ നിന്ന് സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനെ ഇറക്കിയത് ഭൂമിയിലേക്കാകുന്നു എന്നും, അതുകൊണ്ട് ഭൂമിയാണ് ജനവാസവും ജീവിതത്തിന് സൗകര്യപ്രദവും. അതാണ്. നേരെ മറ്റ് ചൊവ്വയിലോ മറ്റോ അതില്ല എന്നുള്ളതാണ്. ചന്ദ്രനിൽ അതിന് സാധ്യമല്ല, ആകുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്നതല്ലാതെ സൂര്യഗോളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അതിൻ്റെ അടുത്തേക്ക് നോക്കാൻ പോലും പറ്റാത്തൊരു വിഷയമാണുള്ളത്. പക്ഷേ മനുഷ്യവാസത്തിന് യോഗ്യമാണ് ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ നാശത്തിലേക്ക് വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നാണ് 1974-73 ലോകാടിസ്ഥാനത്തിൽ ഈ ഒരു രീതി പരിസ്ഥിതി ദിനമായി ആചരിക്കുവാനുള്ള പ്രചോദനം. ഈ പ്രചോദനം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് നമുക്ക് വാസസ്ഥലമാണ്. ഖുർആൻ പറഞ്ഞില്ലെന്നോളോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഇവിടെ നമുക്ക് മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ വർഷിക്കുന്ന സമയമാണ് ജൂൺ എന്ന് പറയുന്നത്. ഈ ജൂൺ മാസത്തിന്റെ 5-ാം ദിവസം തന്നെയാണ് നമ്മൾ ഈ പ്രകൃതിയുടെ സംരക്ഷണവുമായി ഈ പ്രകൃതി ദിനം, ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, കാർമേഘങ്ങൾ നമ്മൾ ഇറക്കി, കുത്തിയൊഴുകുന്ന മഴത്തുള്ളവയാണ് നമ്മൾ ഇറക്കി. കാർമേഘങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ഇറക്കി തന്നു, നമ്മൾക്ക് ഇറക്കി തന്നു. കുത്തിയൊഴുകുന്ന വെള്ളം മുഴക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ മേഘങ്ങളിൽ നിന്ന്, കാർമേഘങ്ങളിൽ നിന്ന് ഇങ്ങനെ മഴ വർഷിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അതിലൂടെ ധാന്യവും സസ്യങ്ങളും ഒക്കെ മുളപ്പിക്കണം. അതിലൂടെ ഇടതൂർന്നു വരുന്ന തോട്ടങ്ങൾ നിങ്ങൾക്കതിലൂടെ ഉണ്ടാവുമെന്നാണ്. അതിലൂടെ മഴ വർഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എല്ലാ വിഷയങ്ങളും തരികയാണ്. നിങ്ങൾക്ക് ജീവിക്കുവാനും വെള്ളം എന്ന് പറയുന്നത് ഭൂമി, ഈ ഗോളങ്ങളുടെ പല ഗോളങ്ങളുടെ കൂട്ടത്തിൽ വെള്ളമുള്ളത് ഒരൊറ്റ ഗോളം മാത്രമാണ് ശരിക്കുള്ളത്. 70% ഭൂമിയിൽ വെള്ളമാണ്. 70% വെള്ളമാണ്. അതുകൊണ്ടാണ് വെള്ളം എന്ന് പറയുന്നത് ഭക്ഷണമില്ലാതെ കാലങ്ങളോളം ഒരുപക്ഷെ ജീവിക്കാം. നേരെ മറിച്ച് വെള്ളമില്ലാതെ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വാസയോഗ്യമായ ഭൂമിയെ നിങ്ങൾ മലീമസമാക്കി മറ്റുള്ള ആളുകൾക്ക് കുടുസായ ജീവിതം നിങ്ങൾ നൽകരുത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഭൂമിയിൽ നിങ്ങൾ പിന്നീട് അത് നന്മ നന്നതിന് ശേഷം പിന്നീട് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ്.
എന്തുകൊണ്ട് ഭൂമിയെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിൽ അതെല്ലാം ആവശ്യമായെല്ലാം ഉണ്ട്. നേരെ മറിച്ച് മറ്റുള്ള അടുത്തതില്ല എന്നുള്ളതാണ്. വെള്ളം നമ്മൾ പറഞ്ഞു, അതിലും വലിയതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ ശ്വാസോച്ഛ്വാസം നടത്താൻ പറ്റുന്ന പര്യാപ്തമായ ഓക്സിജൻ അത് വലിയതാണ്. അതിന് വില മതിക്കാൻ കഴിയാത്തതാണ്. അതില്ലെങ്കിൽ നമ്മൾ ഇവിടെ മരിച്ചു വീഴുമെന്നുള്ളതാണ്. ഈ അന്തരീക്ഷം മലീമസമായ വായുമണ്ഡലം മലീമസമായാൽ പ്രത്യേകമായ ചില ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മനുഷ്യർക്ക് പാറ്റകളെ പോലെ മരിച്ചു വീഴുമെന്നുള്ളതാണ്. അത് അന്തരീക്ഷം മലീമസമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ്. ഇവിടെ നമുക്ക് ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ടാണ് ആദം നബിയെ നമ്മുടെ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഇതേപോലെ കാലാവസ്ഥ സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിലാണ് നമ്മുടെ ഭൂമിയുള്ളത്. മറ്റുള്ളതൊന്നും അങ്ങനെയല്ല. 14,94,700,700 വരുന്ന ദൂരം, കിലോമീറ്റർ ദൂരമാണ് ഈ സൂര്യനും ഈ ഭൂമിയും ഈ ഗോളവും ഉള്ളത്. അതുകൊണ്ട് ഈ ഗോളം നിശ്ചിതമായി കണക്കാക്കിയ ദൂരെയാണുള്ളത്. അങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ ചൂടായി ഭസ്മമായി മാറും. ഇങ്ങോട്ട് പോന്നാലോ എല്ലാം തണുത്തുറച്ചു. എന്തോ ഒരു വലിയ സംവിധാനത്തിലാണ് ഭൂമിയെ അള്ളാഹു നമുക്ക് നന്നാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിക്ക് ജീവിക്കുന്നതിന് വിഘാതമാകുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഈ ജൂൺ 5 ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു സന്ദേശം. ചുരുക്കത്തിൽ ജീവന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും സംരക്ഷിക്കണം. അതിന് വിഘാതമാകുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വാസയോഗ്യമായ ഭൂമിക്ക് നാശം വരുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇനി ഇതേപോലെ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബർ 16 1987 മുതൽ നമ്മൾ ഈ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരു ദിനം ആചരിക്കുകയാണ്. 80 കാലഘട്ടങ്ങളിൽ അന്റാർട്ടിക്കക്ക് മുകളിൽ ഈ ചെറിയ ഓസോൺ പാളികൾ എന്ന് പറഞ്ഞൊരു പാളികളുണ്ട്. 1913 ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞന്മാരായ ചാൾസ് ഫാബ്രയും അതുപോലെ തന്നെ ഹെൻറി ബ്യൂണസുമാണ് രണ്ടാളും കണ്ടെത്തിയത്. സൂര്യനിൽ നിന്ന് വരുന്ന വിനാശകരമായ രശ്മികളെ ഭൂമിയിലെത്താതെ എന്തോ തടഞ്ഞു നിർത്തുന്നുണ്ടോ എന്നുള്ളത്. ഈ 2 ഭൗതിക ശാസ്ത്രജ്ഞന്മാരും കണ്ടെത്തിയത് 1913 സൂര്യന്റെ രശ്മികളിൽ വിനാശകരമായതുണ്ട്. അത് ഭൂമിയിലേക്ക് വന്നാൽ, ജനങ്ങളിലേക്ക് വന്നാൽ, ജനങ്ങളെ മൃദുലമായ ശരീരങ്ങളിൽ ആ കാണുന്ന രശ്മികൾ പതിച്ചാൽ അത് മനുഷ്യന് ഹാനികരമാകും. അതുകൊണ്ട് എന്തോ ഒന്ന് തടയുന്നുണ്ട് മനുഷ്യനെ ഈ സൂര്യന്റെ വിനാശകരമായ രശ്മികളിൽ നിന്ന് എന്ന് അവർ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ 2 ശാസ്ത്രജ്ഞന്മാരും അവർ കണ്ടെത്തി. 1980 അന്റാർട്ടിക്കക്ക് മുകളിൽ ഈ പാളികൾക്ക് ദ്വാരം വീണതായി കണ്ടെത്തുകയാണ്. ഞാൻ പറയുന്നത് ഭൂമി വാസയോഗ്യമാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഭൂമിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. എങ്ങനെയാണ് ഓസോൺ പാളികൾക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള ഓട്ടകൾ വീഴുന്നത്? അതിലൂടെയുള്ള വലിയ കമ്പനികളും അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന പടലങ്ങളും പൊടിപടലങ്ങളും വന്നുകൊണ്ടാണ് ഇത്രയത് നശിക്കുന്നത്. അങ്ങനെ നശിക്കുമ്പോൾ വാസയോഗ്യമായ ഭൂമിയെ നമ്മൾ നശിപ്പിക്കും. നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള സംവിധാനം ചെയ്തു തന്നതിന് ശേഷം നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഓസോൺ പാളികളെ പ്രധാനമായി സംരക്ഷിക്കുവാനാണ് 1987 മുതൽ ഒരു പുതിയ ദിനമായി, അത് ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ കാണുന്ന പരിസ്ഥിതി ദിനവുമായി സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. നമ്മുടെ ഓക്സിജൻ അത് ശുദ്ധീകരിക്കപ്പെടാൻ ഏറ്റവും ഇത് വേണമെന്നുള്ളതാണ്. ഒരു മരം മുറിച്ചു കളഞ്ഞാൽ, പഴയ കാലത്തൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻ നോർവയിലൊക്കെ ഒരു മരം മുറിക്കണമെങ്കിൽ, ഒറ്റ മരം മുറിക്കണമെങ്കിൽ, നമ്മളൊരു മരം മുറിച്ച് കളയുന്നില്ലേ, ഒരു മരം മുറിക്കണമെങ്കിൽ 3 അതുപോലത്തെ തൈകൾ നട്ടിട്ട് വേണം ഒരു മരം മുറിക്കാൻ. അത്രമാത്രം പ്രകൃതി സംരക്ഷണമാണ്, പരിസ്ഥിതി സംരക്ഷണമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോർവേ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ നടന്നിരുന്നത്.
ഇനി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വാസയോഗ്യമായ ഈ ഭൂമിയെ നമ്മൾ നശിപ്പിക്കാതെ ഭാവി തലമുറക്ക് പോലും നല്ല രീതിയിൽ ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ അത് പരീക്ഷിക്കപ്പെടാൻ പുണ്യനബി പറയുന്നത് ഒരു മുസ്ലിമായ വ്യക്തിയും ഒരു ചെടിയും നടുകയില്ല, ഒരു കൃഷിയും അവൻ ചെയ്യുകയില്ല. നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന കൃഷികളൊക്കെ കാട്ടാനകൾ വന്ന് പന്നികൾ വന്നുകൊണ്ട് നശിപ്പിക്കുമ്പോൾ മാനസികമായ ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ വേണ്ടെന്ന് പറയാനാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കൃഷി നിങ്ങൾ ചെയ്താലും, തെങ്ങ് നിങ്ങൾ തൈ നട്ടത് വലിയ തേങ്ങ കായ്ക്കുന്ന സമയമാകുമ്പോൾ കാട്ടിൽ നിന്ന് ആനകൾ വന്നത് കുത്തിമറിച്ച് തേങ്ങ തിന്നുകൊണ്ട് പോയാൽ ഒരു വിശ്വാസിയെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഉണ്ടാക്കിയ കൃഷിയിൽ നിന്നൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗവും അത് ഗജവീരന്മാരാണെങ്കിലും നിന്യമായ പന്നികളാണെങ്കിലും ഒന്നും കൊടുങ്കാറ്റടിച്ചുകൊണ്ട് വീണതാണെങ്കിലും ഇല്ലാ കാനത്ത് ലഹു സദഖ, നീ നിന്റെ പാവപ്പെട്ടവന് 10,000 10,000 10,000 കൊടുക്കുന്നത് പോലെയാണ്. ഒരു സസ്യം, ഒരു ചെടി നട്ടിട്ട്, ഒരു മാവ് നട്ട് അല്ലെങ്കിൽ തെങ്ങ് നട്ട് അതിലൂടെ ഉണ്ടാകുന്ന കൃഷികളും അതിലൂടെ നാശം വന്നാലും കീടനാശിനികളിലൂടെ കൃഷി നശിച്ചു പോകുന്നവന് ഭൗതികവാദിക്കത് ക്ഷീണം ചെയ്യുമെങ്കിൽ ഒരു വിശ്വാസിക്ക് അത് സദഖയാണ്. നഷ്ടപ്പെട്ടാലും ഇത് പ്രചോദനം കൊടുക്കുന്നത് എന്തായാലും നിങ്ങൾ കൃഷി ചെയ്യണമെന്നുള്ളതാണ്, നിങ്ങൾ ഈ തൈകൾ നടണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജൂൺ 5 ഇന്നത്തെ ദിവസം ഇതിന് പ്രത്യേകമായി ഭൂമിക്ക് തണലേകാൻ നമ്മൾ ഈ പരിസ്ഥിതി ദിനമായി ലോകം ആചരിച്ചു കൊണ്ടുവരുന്നത്. തന്നെയുമല്ല, മഹാനായ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവ അൻശഅകും മിനൽ അർളി വസ്തമറകും ഫീഹാ. ഹൂദ് സൂറയുടെ 61-ാമത്തെ വചനം നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു പ്രയോഗമായത്. നിങ്ങൾ അവൻ ഉണ്ടാക്കി മിന്നളതി, ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. വസ്തമറകും ഫീഹാ, നിങ്ങൾ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തു എന്ന്. അധിവസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള സംവിധാനം ഭൂമിയിൽ തന്നു എന്നുള്ളതാണ്. മഹാനായ ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, മഹാന്മാരായ ഷാഫി പണ്ഡിതന്മാര് പറയുന്നത് അലിസ്തിഗ്മാർ ത്വലബുൽ ഇമാറ വത്വലബുൽ മുതലഖ് മിനല്ലാഹി അലൽ വുജൂദ്. ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഭൂമിയുടെ ഈ സൗകര്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തെടുത്ത് അതിന് നിങ്ങൾ എന്തെങ്കിലും വിഘാതം സൃഷ്ടിക്കരുത് എന്നാണ്. അല്ലാഹു വസ്തമറകും ഫീഹാ, നിങ്ങൾ അത് അധിവസിച്ചുകൊണ്ട് നിങ്ങളെ ഭൂമി പരിപാലിക്കുന്നവരാക്കി മാറ്റി എന്നുള്ളത് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറാ, ഈ ഭൂമി ഹരിതമയമാണ്, മനോഹരമാണ്. ഭൂമി മനോഹരമാണ്. വഅന്നല്ലാഹു തആല മുസ്തഖലിഫകും ഫീഹാ, നിങ്ങൾ ആ ഭൂമിയിലേക്ക് പ്രതിനിധികളായി അയക്കുകയാണ്. നമ്മളൊക്കെ പ്രതിനിധികളാണ്. എൻ്റെ ഒരു സ്വത്ത് സംരക്ഷണത്തിന് അതെനിക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാം. പക്ഷെ വേറെ ആളൊരു സ്വത്ത് സംരക്ഷിക്കാൻ എന്നെ പ്രതിനിധിയാക്കിയാൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഭൂമിയുടെ പ്രതിനിധികളാണ്. ഈ ഭൂമി നമുക്ക് സ്വന്തമുള്ളതല്ല, എൻ്റെ സ്വന്തമല്ല ഭൂമി. ഇത് ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് ജീവിക്കാനുള്ള വാസയോഗ്യമായതാണ് ഭൂമി എന്ന് പറഞ്ഞത്. അങ്ങനെയാവണം. നമ്മളെ കാലം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ആവട്ടെ എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാനായ നബി പറയാൻ, എന്തോ ഒരു സുന്ദരമാണ്, മന്ദറുൽ ഹസ്ബി, ക്ഷേമമാണ്, എന്തോ ഒരു പച്ചപ്പ് പിടിച്ച ഭൂമിയാണിത്, എന്തോ ഒരു വലിയ ഹരിതമയമാണിത്, എന്തോ ഒരു മനോഹരമാണ് ഭൂമി എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് ഇറക്കിയത്. സ്വർഗത്തിൽ തോട്ടങ്ങളുണ്ട്, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സമാനമായ രീതിയിലുള്ള ഇടതൂർന്നു വരുന്ന സസ്യലതാദികൾ നോക്കൂ. നിങ്ങൾ നമ്മളെ പള്ളിക്കാട്ടിലേക്ക് നോക്കൂ, നിങ്ങൾ ഇത്ര പെട്ടെന്നാണ് മഴ വർഷപ്പോഴ്ചവേക്കുന്നത്. ഇടതൂർന്നുകൊണ്ടാണ് സസ്യലതാദികൾ, ചെടികൾ മുളക്കുന്നത്. അത് ഭൂമിയുടെ വസന്തമാണ്. ഇനി അത് പുഷ്പിക്കുമ്പോൾ അതിലേറെ മനോഹരമായി മാറും. അതുകൊണ്ട് നിങ്ങളെ ഭൂമിയിൽ നല്ല പദ്ധതികളാക്കിയിട്ടുള്ളത്. എന്നിട്ട് എന്താണ് നിങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നത് എന്ന് അല്ലാഹ് നോക്കുക.
ഭൂമിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കൈവശമാണ്. ജൂൺ 5 ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് നമ്മോട് വിളിച്ചു പറഞ്ഞതാണ്. 974 വരെ നമുക്ക് നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പ്രതിനിധികളാകുമ്പോൾ നമുക്ക് പ്രത്യേകമായ ചില വിലക്കുകളുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഉപയോഗം നമുക്ക് വലിയ ഹാനികരമാണ്, ഭാവി തലമുറക്ക് ഹാനികരമാണെന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കരുത് എന്നാണ് അതിൻ്റെ വിഷയമുള്ളത്. അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ മോശമായ ദൂഷിച്ച പുകകളും വിഷവായും മലിനസമാക്കുന്ന രീതിയിലുള്ള കമ്പനികൾ നമുക്കത് പൂറ്റി നമ്മളെ കേരളത്തിൽ തന്നെ കാണാം. മാവൂരടക്കമുള്ളിടങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ജനവാസത്തിന് പറ്റാവുന്ന, അതിന് വിഘാതമാകുന്ന എല്ലാം ഒഴിവാക്കണമെന്നുള്ളതാണ്. എന്ന് ഖുർആന്റെ സന്ദേശം അതാണ്. ആളുകൾക്ക് ജീവിക്കാനുള്ളത് നിനക്ക് മാത്രമല്ല, ഒരു കമ്പനിയുടെ മുതലാളിക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, ഇവിടെ എല്ലാവർക്കും ജീവിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കൊക്കെ ഖിയാമത്ത് നാൾ വരെ നീ ഒരു പ്രതിനിധി മാത്രമാണ്. നിന്റെ അടുത്ത് ഹെക്ടർ കണക്കോളം സ്ഥലങ്ങളുണ്ടാകും, ഇഷ്ടംപോലെ ലക്ഷങ്ങളുണ്ടാകും, ഭൂമി കുറെ നിന്റെ കൈവശമുണ്ടാകും. അതൊക്കെ മാറിക്കൊടുക്കാനുള്ളതാണ്. പക്ഷേ ഇതെന്തും ചെയ്യാമെന്നുള്ള രീതി അതൊരിക്കലും ശരിയെന്നുള്ള വലിയ സന്ദേശമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധമെന്ന് പറയുന്നത് വലിയ വിനാശകരമായ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളും അസ്വസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം നൽകട്ടെ, ലോകത്ത് സമാധാനം കളിയാടുന്ന അവസ്ഥ അല്ലാഹു വരുത്തട്ടെ എന്ന് നമുക്ക് സന്ദർഭോചിതമായി പ്രാർത്ഥിക്കാം. പണ്ടും യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ യുദ്ധങ്ങളിൽ നിന്ന് ആളുകളെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ വായു മലീമസമാക്കി ജനങ്ങളെ കൊല്ലുന്നതോ ആയിരുന്നില്ല. ആ രീതിയിലുള്ള കൊലപാതകങ്ങളായിരുന്നില്ല, നിഷ്ഠൂരമായ പ്രശ്നങ്ങളായിരുന്നില്ല അന്നത്തെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ തനിയായികളോട് പറയും, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ, ശത്രു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ മരങ്ങൾ ഉണ്ടാകും. അവിടെ കായ്ക്കനികളുള്ള ഇഷ്ടംപോലെ ഈത്തപ്പന തോട്ടങ്ങൾ ഉണ്ടാകും. അവിടെ ഇഷ്ടംപോലെ മുന്തിരി വള്ളികൾ ഉണ്ടാകും. അവിടെ മറ്റുള്ള ജൈത്തൂനുകൾ ഉണ്ടാകും. ആ മരങ്ങളും അല്ലാതെ മനുഷ്യർക്ക് സഞ്ചരിക്കുമ്പോൾ തണൽ വിരിക്കുന്ന വലിയ വടവൃക്ഷങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ മരങ്ങളൊന്നും തീർച്ചയായും നിങ്ങളത് മുറിച്ച് കളയരുത് എന്നാണ്. നിങ്ങളത് മുറിച്ച് കളയരുത്. ജനവാസ കേന്ദ്രങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്. ജൂൺ 5 ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ സന്ദേശം 14 മുമ്പ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊടുക്കുകയാണ്. ഒന്നുകൂടി കേട്ടോളൂ. മുൻഗാമികളായ ആളുകൾ പറയാറുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ജഅലകും മുമ്മാറ, നിങ്ങളെ ഭൂമിയുടെ പ്രതിനിധികളാക്കി എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തഫ്സീൽ കാണാം. കാന മുലൂകു ഫാരിസ്, പേർഷ്യൻ രാജാക്കന്മാർ, അത് അക്തറു ഹഫ്റൽ അൻഹാർ, അവരിഷ്ടം പോലെ നദികൾ അവർ കുഴിക്കുകയാണ്. ജലാശയങ്ങൾ അവരിഷ്ടം പോലെ ഉണ്ടാക്കി, ഇഷ്ടം പോലെ കുളങ്ങൾ അവരുണ്ടാക്കി. അവിടൊക്കെ ജലമുടയ സ്ഥലങ്ങളിലൊക്കെയും അവർ വലിയ നദികളുണ്ടാക്കി. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇനിയൊരു വലിയ വിപ്ലവം അവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ കനാലിലൂടെ പരിഭൂമിയായി കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിന്റെ മണ്ണിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റ് പുതിയൊരു രീതിയിൽ ആയുധം അത് അവിടെ തന്നെ തോറ്റി മിനുക്കിയത് വെച്ചിട്ടുണ്ട്. അതവിടെ നിലത്ത് വെച്ച് അതതിന്റെ സ്ഥാനങ്ങളിൽ വെച്ച് ഇന്ന് അവർ നാടിന്റെ വികസനത്തിന് വേണ്ടി ശക്തമായി ജാഗരൂകരായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ലോകം വലിയ അത്ഭുതത്തോടെയാണ്. വലിയ താടിയും തലപ്പാവും അതിന്റെ പുറത്ത് മറ്റൊരു പുതപ്പുമായി നടക്കുന്ന ഭീകരരെന്ന് മറ്റു പലരും കണ്ണിലൂടെ കണ്ട അഫ്ഗാനികൾ അവിടെ ഭരണകൂടം വലിയ രീതിയിലുള്ള കനാല് കുടിക്കുകയാണ്. ഇനി ഈ അഫ്ഗാനിസ്ഥാനിന്റെ ഏത് ഭാഗങ്ങളിലും പറശൂന്യമായി കിടക്കുന്ന ഇടങ്ങൾ ഉണ്ടാവില്ല. അവിടൊക്കെ കൃഷിയിടമായി മാറും, പച്ചപ്പായി മാറും, പച്ചക്കുറിച്ച പ്രദേശങ്ങളായി മാറും. പ്രചോദനം പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ. മുൻഗാമികളായ രാജാക്കന്മാർ, ഈ രാജാക്കന്മാർക്ക് കുറെ ആയുസ്സുണ്ടാവാതെ കാണുന്നതെന്നറിയോ, അവര് അക്തറു ഹഫ്റൽ അൻഹാർ, ഇഷ്ടംപോലെ നദികളുണ്ടാക്കി, മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ദീർഘായുസ്സുണ്ടായി. അതിനും പറ്റുന്ന പണിയായിരുന്നു. അന്നത്തെ പ്രവാചകൻ ചോദിച്ചു,
മാസവത്തിൽക്കല്ലാമ എന്താണ് പേർഷ്യൻ രാജാക്കന്മാർ ഇത്ര കാലം ജീവിക്കുന്നത്? മാസവത്തിൽക്കല്ലാമ അവരൊക്കെ ഈ നാട് നല്ല രീതിയിൽ പരിപാലിച്ചവരാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ സുഖമായി ജീവിച്ചു ഭൂമകത്ത്. അതുകൊണ്ട് അവർക്ക് ദീർഘായുസ് നൽകിയതാണെന്ന് ആ പ്രവാചകനോട് അള്ളാഹ് പറഞ്ഞതായി കാണാം.